പെറ്റമ്മയാണെന്ന് കരുതി നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാ നീ ഇപ്പം വെല്ലുവിളിച്ചത്, എന്നെയല്ല. പ്രീതേ, ഇനി പോകാനൊരുങ്ങിക്കോ. അമ്മ 2 ദിവസം ഇവിടെ നിൽക്കുന്നു, അതോ ഇന്ന് തന്നെ കരുനാപ്പള്ളിക്ക് പോരുന്നു? ഞാനങ്ങ് നിൽക്കുന്നില്ലേ. ഞാൻ ഇവിടെ നിന്നാലേ ആ കൊച്ചിനോട് ഇച്ചിരി ഇഷ്ടക്കേട് കാണിച്ചെന്നിരിക്കും. ഉടനെ വിജയൻ എന്റെ നേർക്ക് ചാടിക്കൊണ്ട് വരും. ഇന്നലെ തന്നെ കണ്ടില്ലേ അവന്റെ ദേഷ്യം. അമ്മ മിണ്ടാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഞാൻ എന്റെ കെട്ടിയവനെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ മോളുടെ ഇഷ്ടപ്പെടാത്ത കണ്ട ഞാൻ മുഖത്തടിച്ച പോലെ പറയും. വിജയൻ ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. അവന്റെ യാനിക്കുട്ടി ഒന്ന് തൊട്ടപ്പോഴേക്കും അവന്റെ ഹൃദയം അങ്ങ് പൊടിഞ്ഞുപോയി. എന്നുവെച്ചാ അവന്റെ ആദ്യ ഭാര്യയുടെ മോളല്ലേ. അതൊക്കെ പറയാമേ, അവര് കേക്കും. കേട്ടാൽ എനിക്കെന്താ, ഞാൻ ഇവരുടെ ചോറാണോ ഉണ്ടെന്ന്. എടി മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ 2 ആഴ്ച കരുനാഗപ്പള്ളി വന്ന് നിൽക്ക്. അവിടെ ഒരു വൈദ്യരുണ്ട്. ഗർഭിണിയായിട്ടിരിക്കുന്നവർക്ക് വൈദ്യരുടെ ചില കൂട്ടുമരുന്നൊക്കെ ഉണ്ട്. കഷായം, ലേഹ്യം, നെയ്യ് സുഖപ്രസവത്തിനും അമ്മയുടെയും കുട്ടിയുടെ ഒക്കെ ആരോഗ്യത്തിനും വളരെ നല്ലതാ. അമ്മ ഇത് വാങ്ങിച്ചോണ്ട് തന്നാ മതി, ഞാൻ കഴിച്ചോളാം. എടി, അത് കഴിച്ചോണ്ടിരിക്കുമ്പോ ജോലി എടുക്കാൻ പാടില്ല. പൂർണ്ണ വിശ്രമം വേണം. ഇവിടെ നിനക്ക് പിടിപ്പത് പണിയില്ലേ? നീ അങ്ങോട്ട് വാടി, ഞാനുണ്ടല്ലോ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അമ്മ പറയുന്നതാ ശരി. ലീവ് എടുത്തോണ്ട് അങ്ങോട്ട് വാ. ഞാൻ പോന്ന് ഇവിടെ ജാനിക്കുട്ടിയെ നോക്കാൻ ആരുണ്ട്? വിജയേട്ടൻ വല്ലാതെ വിഷമിക്കും. ഇനി എന്തോന്ന് യാനിക്കുട്ടിയടി, അതിനെ ആർക്ക് വേണം? ഇത് അമ്മയുടെ പ്രശ്നം. എനിക്കെന്ത് പ്രശ്നം? നിനക്കാ ഇനി പ്രശ്നങ്ങളല്ല. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് അതിനെ ദത്തെടുത്തപ്പോ. അന്നോടി എടേ, നീ ഓർക്കുന്നുണ്ടോടി, നിനക്കൊരു കുഞ്ഞുണ്ടായ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എടി, പെറ്റ തള്ളയുടെ നാക്ക ഫലിക്കാതിരിക്കത്തില്ല. അല്ല, ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിന്റെ യാനിക്കുട്ടി നീ എവിടെ കൊണ്ട് കളയും? കളയാനോ? അമ്മ എന്താ ഈ പറയുന്നേ? ഞങ്ങളുടെ മോള് അവള്. ഇനി ഞങ്ങൾക്കൊരു മോനും ഉണ്ടാവാൻ പോന്നേ. ഒരു മോളും ഒരു മോനും, അത്ര മതി. നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മോളാണെങ്കിലോ? 2 പേരെയും സ്നേഹിച്ചു വളർത്തു. നീ വളർത്തു. എടേ, കാക്കയ്ക്കും തൻകുഞ്ഞാണ് പൊൻകുഞ്ഞ് എന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ നാഴികയ്ക്ക് 40 വട്ടം ഓർക്കുന്ന ദിവസങ്ങൾ വരും. നിന്റെ പ്രസവം ഒന്ന് കഴിയട്ടെ. സ്വന്തം കുഞ്ഞും അന്യന്റെ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. എടേ, 4 മക്കളെ പറ്റ വയറായത്. ഞാനൊരു കാര്യം പറയാം. ആ കൊച്ചിനെ കൊണ്ടുപോയി ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേ. ഇല്ലെങ്കിൽ നിനക്കിത് വലിയ പാരയായിട്ട് വരുവേ. അമ്മ ഇങ്ങനെ പറയുള്ളൂന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാ നിങ്ങളെ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കാതിരുന്നേ. എടി, അറിയാത്ത കുഞ്ഞു ചൊറിയും പറയും എന്നൊരു ചൊല്ലുണ്ട്. നീ അപ്പൊ അറിഞ്ഞാ മതി.
ഇതെങ്ങോട്ടാ നിങ്ങൾ രണ്ടാളും കൂടെ? ഞങ്ങൾ പോവാ കരുനാഗപ്പള്ളിക്ക്. പോവാണെന്നോ? അതെന്തൊരു പോക? ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ വീടും കുടുംബവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇന്നലെ അല്പം ദേഷ്യം കാണിച്ചതിന്റെ പേരിലാണോ ഇത്ര പെട്ടെന്ന്? അത് ഞാൻ മനഃപൂർവ്വം. മറ്റുള്ളവരുടെ മെക്കിയിട്ട് കയറിയിട്ട് പിന്നെ മനഃപൂർവ്വമല്ല സോറി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. 2 വാക്കിന്റെ ചെലവല്ലേ ഉള്ളൂ. അതിനാരാ സോറി പറഞ്ഞേ? ഇന്നലെ ദേഷ്യപ്പെട്ടത് മനഃപൂർവ്വമായിരുന്നു പറയായിരുന്നു ഞാൻ. ദേഷ്യം പോരായിരുന്നെന്നും തോന്നി. ആ അത് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്, രത്നമ്മയ്ക്കൊരു സഹായത്തിനേ. രത്നമ്മയെ സഹായിക്കാൻ മാത്രമാണെങ്കിൽ ഞാൻ നിന്നേനെ. അനാഥ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. സാരമില്ല, ഞങ്ങൾ വളർത്തിക്കൊള്ളാം. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതല്ലേ ഇത്രയും കാലം ഞങ്ങൾ വളർത്തിയത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. രത്നമ്മയെ കരുനാഗപ്പള്ളിക്ക് വിട്ടാ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം. 2 ആഴ്ചയോ 1 മാസമോ വേണമെങ്കിൽ പ്രസവം കഴിയുന്നവരെ എങ്ങനെയായാലും കുഴപ്പമില്ല. ആ ആലോചിച്ചിട്ട് പറയാം. വാ മോളെ, അച്ഛൻ്റെ ചക്കര വാടാ. എന്താ മോളു, കളിയൊക്കെ കഴിഞ്ഞോ? മടുത്തു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മ എന്റെ കൂടെ കളിക്കാൻ വരുന്നില്ലല്ലോ. അമ്മയ്ക്ക് എന്തെല്ലാം ജോലിയുണ്ട്. ഒത്തിരി ജോലിയുണ്ടോ? പിന്നില്ലേ. എന്നെ എടുക്കാവോ അമ്മേ? അയ്യോ, അതൊന്നും പറ്റില്ല. ഒരു പ്രാവശ്യം പ്ലീസ് അമ്മേ. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ. എത്ര ദിവസമായി അമ്മ എന്നെ എടുത്തിട്ട്? ഇങ്ങ് വാ. എന്താ? നല്ല സുഖം. ആഹാ. അമ്മ എന്നാ എന്നെ എടുക്കാത്തെ? അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവ കിടക്കല്ലേ, അതിനെ മോളെയും കൂടെ ഒന്നിച്ചെടുക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? ഇങ്ങനെ മണി കയറി ഇരുന്നാലോ? എപ്പോഴും കയറിയിരിക്കല്ലേ, വല്ലപ്പോഴും. എപ്പോഴും കയറി ഇരുന്നാലോ? മോളുടെ കയ്യോ കാലോ അമ്മയുടെ വയറ്റിൽ കൊണ്ടാ കുഞ്ഞുവാവയ്ക്ക് വേദനിക്കില്ലേ? കുഞ്ഞുവാവ അവിടെ കിടന്ന് കരയും. എന്നാ വേണ്ട. ഇങ്ങനെ ഇരുന്നാലോ അമ്മേ? ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞേക്കോ കുഞ്ഞാവ കേട്ടോ അമ്മേ? കേട്ട് കാണും. അവനിങ്ങനെ കാതോർത്ത് കിടക്കല്ലേ. ആണോ? വിളിച്ചാ കേക്കോ അമ്മേ? ഒന്ന് വിളിച്ചു നോക്കേ. ഹലോ കുഞ്ഞാവേ. ഒന്നും മിണ്ടുന്നില്ലല്ലോ അമ്മേ. ചിലപ്പോ ഉറക്കായിരിക്കും. അതിന്റെ പേരെന്താ അമ്മേ? പേരിട്ടില്ലല്ലോ, ഇടണം. മോളൊരു പേര് പറ നോക്കട്ടെ. ആദിത്യൻ. ആഹാ, കൊള്ളാലോ. ആദിത്യൻ നല്ല പേരാട്ടോ. എവിടുന്ന് കിട്ടി ജാനിമോൾക്കിത്? ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരാ. ആഹാ, മോളുടെ കൂട്ടുകാരനാ? വലിയ കൂട്ടൊന്നുമില്ല. അവൻ എന്നെ എടീന്ന് വിളിക്കും. ഞാൻ പോടാന്ന് പറയും. കൊള്ളാലോ പെണ്ണ്, കള്ളിപ്പെണ്ണ്. രത്നമ്മേ, എന്റെ ജോലി കഴിഞ്ഞു. ചപ്പാത്തി റെഡി. അച്ഛാ, ഓ, ഞങ്ങള് കുഞ്ഞാവയ്ക്ക് പേരിട്ടു.
ആ എന്താ പേര് കേക്കട്ടെ? ആദിത്യൻ. നല്ല പേരാണോ അച്ഛാ? ഉഗ്രം പേരാണല്ലോ. അച്ഛൻ പറയാ ഉഗ്രം പേരാണെന്ന്. അല്ല അപ്പൊ അമ്മയും മോളും കൂടെ ഉറപ്പിച്ചോ ആൺകുട്ടിയാണെന്ന്? ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുക. നേരാണോടി? അതൊക്കെ ഇപ്പോഴേ അറിയാൻ പറ്റൂ. നമുക്കൊരു മോളുണ്ടല്ലോ വിജയേട്ടാ, ഇനി ഒരു ആൺകുട്ടിയല്ലേ വേണ്ടേ? ഓ നിന്റെ ആഗ്രഹം മാത്രമാണല്ലേ. ഞാൻ കരുതി എന്തെങ്കിലും ലക്ഷണം കൊണ്ട് അറിയാമെന്ന്. എന്ത് ലക്ഷണം? അല്ലെങ്കിൽ പിന്നെ സ്കാൻ ചെയ്ത് നോക്കണം. ഏയ് അതൊന്നും വേണ്ട. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് ഒരുപോലെ. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് 2 പെൺമക്കളുണ്ടെന്ന് കരുതണം. അച്ഛാ ഓ കുഞ്ഞാവ് എന്നാ വരുന്നേ? ഇനിയിപ്പൊ വലിയ താമസമൊന്നും വരില്ല, ഇല്ലടി. വാ അച്ഛാ. എങ്ങോട്ടാ? നമുക്ക് കളിക്കാം. വാ വാ അച്ഛാ വാ. ആ വരാം വരാം വരാം. വരാടോ. പതുക്കെ മോളെ. അച്ഛാ ഓ ഈ കുതിരനെ സൈക്കിളിൽ കേറ്റട്ടെ? കുതിര സൈക്കിളിൽ കയറില്ല, സൈക്കിള് കുതിരപ്പുറത്ത് കയറും. കുതിരയല്ല അച്ഛാ ചാടുന്നേ. ചാടി ചാടി കയറൂലേ? അച്ഛൻ ഇങ്ങോട്ട് വാ. വാ അച്ഛാ. മോളെ, വെയിലത്ത് കളിച്ചത് മതി, തലവേദന വരും. വാ. ഞാൻ ഇപ്പൊ വരാമേ. 1 മിനിറ്റ്, അല്ലല്ല 2 മിനിറ്റ്. ദേ വിജയേട്ടന്റെ അമ്മ. വഴക്ക് പറയാൻ വന്നെയാണോ അച്ഛാ? മിക്കവാറും. അമ്മയും വഴക്ക് പറയാമേ. മിണ്ടാതെ. വിജയ, ഞാൻ ആരാ നിന്റെ? അമ്മയ്ക്ക് അറിയില്ലേ അമ്മേന്റെ ആരാണെന്ന്? നീ ഇപ്പൊ ഒരു പേര് പറഞ്ഞല്ലോ, അമ്മാന്ന്. അത് ഞാൻ തന്നെയാണോ അതോ വേറെ വല്ലവളുമാർക്കും ആ സ്ഥാനം പതിച്ചു കൊടുത്തോ? എന്റെ അമ്മ ഈ നിൽക്കുന്ന വസുമതി അമ്മ തന്നെയാണ്. അതിനൊരു മാറ്റം വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. ഇനി അമ്മയായിട്ട് മാറ്റാതിരുന്നാ മതി. എടി, നിന്റെ കെട്ടിയന്റെ അമ്മയല്ലേ ഞാനേ? ആണോ? അതെ. എന്നിട്ട് നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടി ഞാൻ നിന്റെ വിശേഷം അറിയാൻ? അമ്മയോട് ഞങ്ങൾ പറയാനിരിക്കായിരുന്നു. വേണ്ട, ഉരുണ്ട് കളിക്കല്ലേ എടി. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ്. പെറ്റതള്ള മാത്രം അറിഞ്ഞാ മതി. ഞാൻ അമ്മായിയമ്മയല്ലേ, അങ്ങനെ ഇപ്പൊ അറിയണ്ട. അമ്മ ഓട്ടോയിൽ വന്നിറങ്ങുന്ന കണ്ടപ്പോഴേ ജാനിക്കുട്ടി ചോദിച്ചു, വഴക്കുണ്ടാക്കാൻ വന്നതല്ലേ എന്ന്. എന്ത് കറക്റ്റ്. എത്ര മാസമായടി? അമ്മ എന്താ ഒരുമാതിരി സെൻസസ് എടുക്കാൻ വന്നവരെ പോലെ? ആദ്യം അകത്തോട്ട് കയറുക, എന്നിട്ട് വിവരങ്ങൾ ചോദിക്കും. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ വിവരങ്ങൾ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങോട്ട് മാറിയിക്കേ. അച്ഛാ വഴക്ക് തീർന്നോ? ബാക്കി അകത്ത് എന്നായിരിക്കും. നമുക്കേ നോക്കാലൂടെ ചക്കരെ. ജാനി, 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 നീ എവിടെയാ മോളെ? മോളെ നിക്ക്, തല തോർത്തിട്ട് ജലദോഷം പിടിക്കും. മോളെ, മോളെ, ജാനി അവിടെ നിക്ക്. നിന്റെ ഒരു കാര്യം.
ഇനി നീ ഈ കൊച്ചിനോട് ഗുസ്തി പിടിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ രത്നമ്മേ. ഓ അങ്ങനെ ഗുസ്തിയൊന്നുമില്ല അമ്മേ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജാനിക്കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെന്തോന്ന് മനസ്സിലാകാനാ? അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. രത്നത്തിന് അവളെ എടുക്കാൻ പാടില്ലെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. എടുക്കാനോ മടിയിൽ കയറിയിരിക്കാനോ ഒന്നും അവളിപ്പം നിർബന്ധം പിടിക്കാറില്ല. ഈ ഓട്ടം ചാട്ടോ കൊച്ചല്ലേ അമ്മേ. എപ്പോഴും മൂങ്ങയെ പോലെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കുവോ? ഇത്തിരി കുസൃതിയൊക്കെ കാണിക്കും. മോള് വാ, അമ്മ മുടി ചെയ്തുതരാം. വാ വാ. എടാ വിജയ, ഞാനൊരു കാര്യം പറയാം, നീ ശ്രദ്ധിച്ച് കേക്കണം. അമ്മ പറയാൻ പോകുന്നെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പറ, എന്താ? മോനെ വിജയ, ഇപ്പൊ നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണല്ലോ. അതുകൊണ്ട് ജാനിക്കുട്ടിയെ നീ ഉപേക്ഷിച്ചേക്ക് എന്നല്ലേ? അത് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ, ഹോംവർക്ക് ചെയ്യണ്ടേ? ഇവിടെ വാ. അമ്മ എന്റെ കളവ് പെൻസിൽ കാണുന്നില്ല. വിജയ, ഈ സ്നേഹവും വാത്സല്യവും ചിരിയും കളിയും ഒക്കെ അവള് പ്രസവിക്കുന്നവരെ മാത്രമേ ഉണ്ടാവൂ. 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച കുഞ്ഞിന് കൊടുക്കുന്ന അത്രയും സ്നേഹം ഏതെങ്കിലും അമ്മ അന്യന്റെ കുഞ്ഞിന് കൊടുക്കുവോ? ഒരിക്കലുമില്ല. ഞാനൊരമ്മയായതുകൊണ്ട് എനിക്കത് ശരിക്കും അറിയാം. രത്നമ്മ പ്രസവിച്ച് കഴിയുമ്പം അതിനോടായിരിക്കും നിങ്ങൾക്ക് 2 പേർക്ക് സ്നേഹം. അത് ജാനിക്കുട്ടിക്ക് സഹിക്കുമോ? നിങ്ങൾ ഇത്രയും കാലം തേനേ പാലേന്ന് പറഞ്ഞ് പുന്നാരിപ്പിച്ചോണ്ട് നടന്നിട്ട് ഒരു ദിവസം ആ സ്നേഹം മുഴുവൻ മറ്റൊരു കുഞ്ഞിന് കൊടുക്കുന്നത് കാണുമ്പോൾ അവിടെ ചങ്ക് പൊട്ടും. അമ്മേ, ഞങ്ങൾക്ക് ജാനിക്കുട്ടിയെ ഞങ്ങളുടെ മോളെ പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റും. നിനക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിലോ? ഞങ്ങൾക്ക് 2 പെൺമക്കളുണ്ടെന്ന് കരുതി 2 പേരെയും ഒരുപോലെ സ്നേഹിച്ച് വളർത്തും. നാക്കുകൊണ്ട് പറയാൻ എളുപ്പമാ. സ്നേഹവും വാത്സല്യം നെഞ്ചിനകത്തുനിന്ന് വരണം വാരിക്കോരി കൊടുക്കണമെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അമ്മേ. നെഞ്ചിനകത്തുനിന്ന് വരാഞ്ഞിട്ടാണോ? ഓ, അതിന് ഉറവയില്ല. ഉണ്ടാകണമെങ്കിൽ സ്വന്തം രക്തത്തിൽ നിന്ന് ജനിക്കണം. അവിടെ നിക്കേ. ആ കൊച്ചു കണ്ണീരും കൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ കഴിയേണ്ടി വരും ഇനിയുള്ള കാലം. എടാ, അതിനോട് നിങ്ങൾക്ക് നീതികേട് കാണിക്കേണ്ടി വരും. 3 തരം. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? എടാ മോനെ, അതിനെ അതിന്റെ അച്ഛന്റെ കൈ തന്നെ തിരിച്ചേൽപ്പിക്കേ. വേണമെങ്കിൽ കുറച്ച് രൂപയെ മറ്റോ കൊടുത്തേക്കെ. 3-3.5 കൊല്ലം വളർത്തിയതല്ലേ. ഗോവിന്ദൻകുട്ടി എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൈയോടെ ഏൽപ്പിച്ചു കൊടുത്തേക്കെ. ഇപ്പോഴാണെങ്കിൽ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ കാര്യം നടക്കും. ഇല്ലമ്മേ, ഞാൻ ഗോവിന്ദൻകുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ജാനകിയെ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ വളർത്തിക്കൊള്ളാമെന്നും അവളെ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയാക്കി അവളുടെ കല്യാണം കൂടി നടത്തി കൊടുത്തോളാമെന്നും. ഇതേ ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള വാക്ക്. നീ ഓലത്തും. നമുക്ക് കാണാവേ. രത്നമ്മ പെണ്ണാണെങ്കിൽ ആ കൊച്ചിനെ ഇട്ട് കണ്ണീര് കുടിപ്പിക്കും. നീ അവള് പറയുന്ന കേട്ടോണ്ട് വാക്കും നാക്കും വിഴുങ്ങി മിണ്ടാതിരിക്കും. ദൈവത്തെ ഓർത്ത് അമ്മ ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ആ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അമ്മ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നൊരു ചോദ്യം പിന്നീട് ഉണ്ടാവരുത്. ഓ അച്ഛാ, അച്ഛാ, ഓ അച്ഛന്റെ മോള് ചുന്ദരിയായല്ലോ. ഈ വക ദുശീലങ്ങളൊന്നും ഇതുവരെ നിർത്താറായില്ലേ രത്നമ്മേ? ഇതൊരു ദുശീലാണോ അമ്മേ? പിന്നല്ലാതെ പാലിനകത്ത് കലക്കി കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ. അത് കുറച്ച് പാലിലിട്ടാ മതി ഇവൾക്ക്. കൊടുക്കുന്ന അളവിന്റെ കാര്യമല്ല പറഞ്ഞത്, ശീലത്തിന്റെ കാര്യമാ. മേശപ്പുറത്ത് കയറ്റിയിരുത്തി തിന്നാൻ കൊടുക്കുന്ന നല്ലതല്ല. ചൊട്ടയിലെ ശീലം ചുടല വരേന്നാ. ഇതിപ്പോ എന്റെ സൗകര്യത്തിന് മേശപ്പുറത്ത് കയറ്റിയിരുത്തേ ഉള്ളൂ.
ഇവൾക്ക് കസേരയിലിരിക്കുന്നതാ ഇഷ്ടം. കൊഞ്ചിക്കലും ലാളിക്കലും ഒക്കെ നിർത്തേണ്ട പ്രായമായി. വയസ്സ് 7 പോകുന്നു. 6.5 വയസ്സേ ഉള്ളൂ. ആര് പറഞ്ഞു 7 7ന്റെ വളർച്ചയുണ്ട്, അതാ പറഞ്ഞേ. കണ്ണിന്റെ കാഴ്ച മതിക്കുന്നതാ പ്രായം, അല്ലാതെ സർട്ടിഫിക്കറ്റ് അല്ലേ അല്ല. 6 വയസ്സ് കഴിഞ്ഞല്ലേ എന്തായാലും. ഇനി കുറേശ്ശെ കാര്യപ്രാപ്തി ഉണ്ടായാലേ പറ്റൂ. അവനവന്റെ കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാൻ പഠിക്കണം. അതിന്റെ പ്രായം വരുമ്പോ ഇവള് പഠിച്ചോളൂ. ഇനി പ്രായമാകാൻ എന്തിരിക്കുന്നു? 5 വയസ്സ് വരെ രാജാവിനെ പോലെ, അത് കഴിഞ്ഞ് 18 വയസ്സ് വരെ വീട്ടുവേലക്കാരെ പോലെ, അതിനുശേഷം തന്നെ പോലെ. അങ്ങനെയാ മക്കളെ വളർത്തണ്ടേ. ഇതൊക്കെ പണ്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നതാ, അല്ലാതെ ഞാൻ കടങ്കഥ പറയുന്നൊന്നുമല്ല. സ്വന്തം കുഞ്ഞുണ്ടാവുമ്പോ അതിന് കൊടുക്കാനേ ഇത്തിരി സ്നേഹം ബാക്കി ഉണ്ടാവണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നീ താനേ നിർത്തിക്കോളൂ എന്ന് എനിക്കറിയാം. ഇനി വലിയ താമസമൊന്നും ഇല്ലല്ലോ. പഴുക തീർന്നു അമ്മേ? തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇനിയും വരുമോ? ഇനിയും വരും. എടി രത്നമ്മേ, വന്നു. മിണ്ടല്ലേ. മിണ്ടല്ലേ. നിനക്കിത് എത്രാമത്തെ മാസമാ രത്നമ്മേ? 3 കഴിഞ്ഞു. അല്ല, അതിന്റെ ലക്ഷണമൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പോയി. രക്ഷപ്പെട്ടു അല്ലേ?